നമ്മൾ ഒരു കാര്യത്തെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയോ സ്വന്തമാക്കാൻ വേണ്ടി എത്രത്തോളം വാശിപിടിച്ച് ശ്രമിക്കുന്നുവോ അത്രത്തോളം ആ കാര്യം നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ അതിനു പിന്നാലെ ഓടുംതോറും അത് നേടുക എന്നത് കൂടുതൽ പ്രയാസമായി മാറുന്നു. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ഞാൻ അതിനു മാത്രം യോഗ്യനല്ല എന്നോ അല്ലെങ്കിൽ എന്റെ വിധി മോശമാണ് എന്നോ. എന്നാൽ നിൽക്കൂ, സത്യമതല്ല. ഇന്ന് നമ്മൾ ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിമറിച്ച ഒരു വിപ്ലവകരമായ പുസ്തകത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇതിന്റെ പേരാണ് ഡിച്ച് ടു അട്രാക്റ്റ്. കെൽവിനാണ് ഇതിന്റെ രചയിതാവ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എങ്ങനെ ആകർഷിക്കാം എന്ന് ഈ പുസ്തകം പഠിപ്പിക്കുന്നു. പക്ഷേ അതിനൊരു പ്രത്യേകതയുണ്ട്. ഒന്നിനെ നേടാൻ വേണ്ടി അത് ലഭിക്കണമെന്നുള്ള അമിതമായ വാശി എങ്ങനെ ഉപേക്ഷിക്കാം എന്നാണ് ഇത് പഠിപ്പിക്കുന്നത്. അങ്ങനെ ഉപേക്ഷിക്കുമ്പോൾ അത് തനിയെ നിങ്ങളെ തേടിവരും. കേൾക്കുമ്പോൾ അല്പം വിചിത്രമായി തോന്നുന്നുണ്ടല്ലേ? പക്ഷേ അതാണ് ഈ വലിയ രഹസ്യത്തിന്റെ ശക്തി. നിങ്ങൾക്കൊരു മികച്ച ജോലി വേണോ? സ്നേഹം നിറഞ്ഞ ഒരു ബന്ധം വേണോ? അതോ വലിയ വിജയം വേണോ? എങ്കിൽ എന്നോടൊരു സത്യം പറയൂ, ആ ആഗ്രഹത്തെ നിങ്ങൾ എത്ര മുറുക്കെയാണ് പിടിച്ചുവച്ചിരിക്കുന്നത്? നിങ്ങൾ എപ്പോഴും അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ? ഉത്കണ്ഠയുണ്ടോ? സമാധാനം കിട്ടുന്നില്ലേ? ഉത്തരം അതെ എന്നാണെങ്കിൽ മനസ്സിലാക്കുക, ആ അമിതമായ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യത്തിലധികം വേണമെന്ന ആ ചിന്ത തന്നെയാണ് നിങ്ങൾക്ക് പരാജയം നൽകുന്നത്. ഈ പുസ്തകം നമ്മുടെ ചിന്താഗതിയെ മാറ്റാനുള്ള ഒരു മാന്ത്രിക വിദ്യയാണ് പറഞ്ഞുതരുന്നത്. എപ്പോഴാണോ ഒന്നിനെ നേടാനുള്ള നിങ്ങളുടെ വെപ്രാളം അവസാനിക്കുന്നത്, അപ്പോഴാണ് ആകർഷണ നിയമം പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. ഒന്നിനെ വിട്ടുകളയാനുള്ള ശക്തിയാണ് അതിനെ ആകർഷിക്കാനുള്ള നിങ്ങളുടെ ശക്തി. അതുകൊണ്ട് ഇന്ന് നമ്മൾ കെൽവിന്റെ ഈ അത്ഭുതകരമായ രചനയിലെ ഓരോ പാഠങ്ങളും സൂക്ഷ്മമായി മനസ്സിലാക്കാൻ പോവുകയാണ്. കാര്യങ്ങളെ മുറുകെ പിടിക്കുന്നത് ഉപേക്ഷിച്ചാൽ അത് നേടാനുള്ള നിങ്ങളുടെ കഴിവ് എത്രയോ മടങ്ങ് വർദ്ധിക്കുമെന്ന് നമുക്ക് നോക്കാം. മാനസിക സമാധാനവും വിജയവും നൽകുന്ന ഒരു യാത്രയ്ക്കായി തയ്യാറായിക്കൊള്ളൂ. കെൽവിന്റെ കഥ നേരിട്ട് ഹൃദയത്തിൽ തൊടുന്ന ഒന്നാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ തുടക്കകാലം നമ്മളിൽ പലരെയും പോലെ പോരാട്ടങ്ങൾ നിറഞ്ഞതായിരുന്നു. പല പ്രണയബന്ധങ്ങളിലും അരക്ഷിതാവസ്ഥയും എപ്പോഴും മറ്റുള്ളവരുടെ പുറകെ നടക്കേണ്ടിവരുന്ന അവസ്ഥയും കെൽവിൻ അനുഭവിച്ചു. തന്റെ ബന്ധങ്ങൾ നിലനിർത്താനും ആരെയെങ്കിലും തന്നിലേക്ക് ആകർഷിക്കാനും താൻ അമിതമായി കഷ്ടപ്പെടുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് എപ്പോഴും തോന്നിയിരുന്നു. ഈ തുടർച്ചയായ ശ്രമങ്ങൾ അദ്ദേഹത്തിന് നിരാശ മാത്രമാണ് നൽകിയത്. തുടർച്ചയായ പരാജയങ്ങളും തകർന്ന ബന്ധങ്ങളും അദ്ദേഹത്തെ ആഴത്തിൽ ചിന്തിപ്പിച്ചു. കെൽവിൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. അദ്ദേഹം എപ്പോഴാണോ ഒരു കാര്യത്തിനോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ അമിതമായ പ്രാധാന്യം കൊടുക്കുന്നത്, അത് നഷ്ടപ്പെടുമോ എന്ന് ഭയക്കുന്നത്, ആ ഭയം യഥാർത്ഥത്തിൽ ആ കാര്യത്തെ അദ്ദേഹത്തിൽ നിന്ന് അകറ്റുകയാണ് ചെയ്യുന്നത്. അത് വിപരീതമായ ഒരു ഫലമാണ് ഉണ്ടാക്കുന്നത്. 2011 ഒരു സംഭവം അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. അന്ന് അദ്ദേഹം ഒരു പ്രത്യേക പ്രോജക്റ്റിനു വേണ്ടി കഠിനമായി പരിശ്രമിക്കുകയായിരുന്നു. താൻ വിജയിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ അദ്ദേഹം വല്ലാതെ ഉത്കണ്ഠാകുലനായിരുന്നു. ഓരോ നിമിഷവും അദ്ദേഹം അതിനെക്കുറിച്ച് ടെൻഷനടിച്ചു. ഇതിന്റെ ഫലമെന്തെന്നാൽ അദ്ദേഹത്തിന്റെ ആ പരിഭ്രമം അദ്ദേഹത്തിന്റെ സർഗാത്മകതയെ നശിപ്പിച്ചു കളഞ്ഞു. ആ പ്രോജക്റ്റ് വിജയിച്ചില്ല. ഇവിടെ നിന്നാണ് അദ്ദേഹത്തിന് ആദ്യത്തെ പാഠം ലഭിച്ചത്. അമിതമായ ആഗ്രഹം അല്ലെങ്കിൽ മുറുകെ പിടിക്കൽ എന്നത് ഒരു ശക്തിയല്ല, അതൊരു ദൗർബല്യമാണ്. പിന്നീട് കെൽവിൻ ആകർഷണ നിയമം, പൗരസ്ത്യ തത്വചിന്ത, മനുഷ്യ മനഃശാസ്ത്രം എന്നിവയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ തുടങ്ങി. പ്രശ്നം പുറത്തല്ല, തന്റെ ഉള്ളിലാണെന്ന് അദ്ദേഹം കണ്ടെത്തി. ഭയവും എനിക്കിതില്ലല്ലോ എന്ന തോന്നലുമാണ് തന്റെ ആഗ്രഹങ്ങളെ അകറ്റി നിർത്തുന്ന നെഗറ്റീവ് എനർജി. അദ്ദേഹം ബോധപൂർവം തന്റെ ജോലികളിലും ബന്ധങ്ങളിലുമുള്ള മുറുകെ പിടിക്കൽ അയച്ചുവിടാൻ തുടങ്ങി. ഫലം അത്ഭുതകരമായിരുന്നു. എന്തിനാണോ അദ്ദേഹം മുൻപ് ഭ്രാന്തമായി ആഗ്രഹിച്ചിരുന്നത്, അദ്ദേഹം ശാന്തനായിരുന്നപ്പോൾ അതെല്ലാം അദ്ദേഹത്തെ തേടിവരാൻ തുടങ്ങി. തന്നെ നഷ്ടപ്പെടുത്താതെയും അമിതമായി കഷ്ടപ്പെടാതെയും വിജയം നേടാൻ കഴിയുമെന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ചു. ഈ വ്യക്തിപരമായ മാറ്റമാണ് ഡിച്ച് ടു അട്രാക്റ്റ് എന്ന പുസ്തകമെഴുതാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ഈ വിലപ്പെട്ട പാഠം ലോകത്തെ അറിയിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ഏറ്റവും വലിയ പാഠങ്ങൾ പലപ്പോഴും നമ്മുടെ ഏറ്റവും വലിയ പോരാട്ടങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് കെൽവിന്റെ ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നു. അമിതമായ ആഗ്രഹത്തെ തിരിച്ചറിയുക, അത് അവസാനിപ്പിക്കുക. കെൽവിൻ നമുക്ക് നൽകുന്ന ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പാഠം നമ്മൾ അമിതമായി ആഗ്രഹിക്കുന്ന ആ വികാരത്തെ തിരിച്ചറിയണം എന്നതാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ വികാരം? എന്താണ് ഈ പിടിച്ചുവലിക്കൽ? ഇത് അരക്ഷിതാവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു എനർജിയാണ്. ഇത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് സന്തോഷമായിരിക്കാൻ കഴിയില്ല എന്നൊരു പേടി. ഉദാഹരണത്തിന്, നിങ്ങളൊരാളെ ഡേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും കോൾ ചെയ്തോ മെസ്സേജ് അയച്ചോ അവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അവർ നിങ്ങളെ വിട്ടുപോകുമോ എന്ന് നിങ്ങൾ ഭയക്കുന്നുണ്ടെങ്കിൽ, ആ അരക്ഷിതാവസ്ഥയാണ് അമിതമായ ആഗ്രഹം. ഇത് നെഗറ്റീവ് എനർജിയെയാണ് ആകർഷിക്കുക. കെൽവിൻ പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ ഒരു വള്ളം പോലെയാണ്. എന്നാൽ അമിതമായ ആഗ്രഹം ആ വള്ളത്തിലിട്ടിരിക്കുന്ന നങ്കൂരം പോലെയാണ്. നിങ്ങൾ വള്ളം മുന്നോട്ട് വലിക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ നങ്കൂരം അതിനെ മുന്നോട്ടു പോകാൻ അനുവദിക്കുന്നില്ല.
ഇതിന്റെ അർത്ഥം ഇതാണ്: നിങ്ങൾ എപ്പോഴാണോ ഒരു ആഗ്രഹത്തെ സ്വതന്ത്രമാക്കുന്നത്, അപ്പോൾ ഈ കാര്യം എന്റെ നല്ലതിനു വേണ്ടിയാണെന്നും ശരിയായ സമയത്ത് അത് എന്നെ തേടിവരും എന്നും നിങ്ങൾ പ്രപഞ്ചത്തോട് വിശ്വാസം പ്രകടിപ്പിക്കുകയാണ്. അതോടെ ടെൻഷനും ഉത്കണ്ഠയും അവസാനിക്കുന്നു. അമിതമായ ആഗ്രഹം തോന്നുമ്പോഴെല്ലാം ഒരു ദീർഘശ്വാസമെടുത്ത് സ്വയം പറയുക: സംഭവിക്കാനുള്ളത് സംഭവിക്കും, എനിക്ക് അനുയോജ്യമായത് എനിക്ക് ലഭിക്കും എന്ന് കെൽവിൻ ഉപദേശിക്കുന്നു. പ്രായോഗികമായി എന്തു ചെയ്യണം? നിങ്ങളുടെ ആഗ്രഹം ഒരു പേപ്പറിൽ എഴുതുക. എന്നിട്ട് ആ പേപ്പർ ഒരു അലമാരയിൽ വെച്ച് പൂട്ടുക. എന്നിട്ട് വിശ്വസിക്കുക, നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞു, ഇനി പ്രപഞ്ചം അതിന്റെ ജോലി ചെയ്തോളും. ഇന്നു മുതൽ അടുത്ത 7 ദിവസത്തേക്ക് ദിവസത്തിൽ 3 തവണ 10 മിനിറ്റ് ശാന്തമായി ഇരിക്കുക. നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹത്തെക്കുറിച്ച് ചിന്തിച്ച് അത് പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുന്നതായി സങ്കൽപ്പിക്കുകയും മനസ്സിന് ഭാരമൊഴിഞ്ഞതുപോലെ അനുഭവിക്കുകയും ചെയ്യുക. സ്വയം മുൻഗണന നൽകുക. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക. ആകർഷണത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം തുടങ്ങുന്നത് നിങ്ങളിൽ നിന്നാണ്. നിങ്ങൾ നിങ്ങളെത്തന്നെ വിലകുറച്ച് കാണുമ്പോൾ നിങ്ങൾ പുറത്തുനിന്ന് അംഗീകാരം തേടുന്നുവെന്ന് കെൽവിൻ പറയുന്നു. ഈ ആത്മവിശ്വാസക്കുറവ് മറ്റുള്ളവരെ നിങ്ങളിൽ നിന്ന് അകറ്റുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ബഹുമാനിക്കാത്ത ബന്ധങ്ങളിൽ കൊണ്ടുചെന്നെത്തിക്കുന്നു. ഉദാഹരണത്തിന്, മറ്റുള്ളവരുടെ മുന്നിൽ സ്വയം തെളിയിക്കാൻ എപ്പോഴും ശ്രമിക്കുന്ന ഒരാൾ അറിയാതെ തന്നെ മറ്റുള്ളവർക്ക് നൽകുന്ന സന്ദേശം ഞാൻ അത്ര പോരാ എന്നാണ്. ആളുകൾ ഈ അരക്ഷിതാവസ്ഥ തിരിച്ചറിയുന്നു. ആകർഷണ നിയമം നിങ്ങളുടെ പുറമേയുള്ള കഠിനാധ്വാനത്തിലല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ അവസ്ഥയിലാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ സ്വയം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി മാറുന്നു. പോസിറ്റീവായതും ബഹുമാന്യവുമായ കാര്യങ്ങളെ ആകർഷിക്കുന്ന ഒരു കാന്തമായി നിങ്ങൾ മാറുന്നു. നമ്മളുമായി തന്നെ ഡേറ്റിംഗ് തുടങ്ങണം എന്ന് കെൽവിൻ ഉപദേശിക്കുന്നു. സ്വന്തം കാര്യങ്ങൾക്ക് പണം ചിലവാക്കുക, സ്വയം അഭിനന്ദിക്കുക, സ്വന്തം ഇഷ്ടങ്ങൾ പൂർത്തിയാക്കുക. ഇതെല്ലാം കാണിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം നിങ്ങളാണ് എന്നാണ്. പ്രായോഗികമായി എന്തു ചെയ്യണം? ദിവസവും രാവിലെ എഴുന്നേറ്റ് കണ്ണാടിയിൽ നോക്കി നിങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങൾ പറയുക. ഈ ചെറിയ ശീലം നിങ്ങളുടെ ആത്മവിശ്വാസം വേഗത്തിൽ വർദ്ധിപ്പിക്കും. ഇന്നു മുതൽ എല്ലാ ദിവസവും അരമണിക്കൂർ സമയം നിങ്ങൾക്കായി മാത്രം മാറ്റിവെക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് ആത്മാർത്ഥമായി സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്യുക. പാട്ട് കേൾക്കുന്നതോ പുസ്തകം വായിക്കുന്നതോ നടക്കുന്നതോ എന്തുമാകട്ടെ, ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതെ ചെയ്യുന്ന പ്രവൃത്തിയിൽ ആനന്ദം കണ്ടെത്തുക. വിജയത്തിനായി വളരെ ആഴത്തിലുള്ളതും സമതുലിതമായതുമായ ഒരു വഴിയാണ് കെൽവിൻ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ഫലത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും നമ്മൾ ചെയ്യുന്ന ജോലിയിൽ അല്ലെങ്കിൽ പ്രക്രിയയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അദ്ദേഹം പറയുന്നു. ഉദാഹരണത്തിന്, ഒരു എഴുത്തുകാരൻ തന്റെ പുസ്തകം ബെസ്റ്റ് സെല്ലർ ആകുമോ എന്ന് മാത്രം ചിന്തിച്ചാൽ എഴുത്തിന്റെ സന്തോഷം അയാൾക്ക് നഷ്ടപ്പെടുകയും ആ ജോലി സമ്മർദ്ദമായി മാറുകയും ചെയ്യും. എന്നാൽ അതേ എഴുത്തുകാരൻ കഥ ഏറ്റവും നന്നായി പറയുന്നതിൽ മാത്രം ശ്രദ്ധിച്ചാലോ, ഫലം തനിയെ മികച്ചതാകും. നിങ്ങൾ ഫലവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങൾ ഭാവിയിലാണ് ജീവിക്കുന്നത്, അത് ടെൻഷൻ ഉണ്ടാക്കുന്നു. എന്നാൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ വർത്തമാന നിമിഷത്തിലാണ് ജീവിക്കുന്നത്, നിങ്ങൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു. ഇതിനെയാണ് കെൽവിൻ ഫ്ലോ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ സർഗാത്മകത അതിന്റെ ഉന്നതിയിലായിരിക്കും. ജോലി ചെയ്യുന്നത് ഒരു കളി പോലെ തോന്നും. പ്രായോഗികമായി എന്തു ചെയ്യണം? ഏതൊരു ജോലി തുടങ്ങുമ്പോഴും സ്വയം പറയുക, ഈ സമയത്ത് ഞാൻ ഈ ജോലി പൂർണ്ണ മനസ്സോടെ ചെയ്യും. അടുത്ത 5 മിനിറ്റ് ആ ജോലിയിൽ മാത്രം ശ്രദ്ധിക്കുക. ഫലത്തെക്കുറിച്ചൊട്ടും ചിന്തിക്കരുത്. അടുത്ത 7 ദിവസത്തേക്ക് നിങ്ങളുടെ പ്രധാന ജോലിയെ അല്ലെങ്കിൽ ലക്ഷ്യത്തെ ചെറിയ ഭാഗങ്ങളായി തിരിക്കുക. ഓരോ ഭാഗവും പൂർത്തിയാക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കുക. ഒരാഴ്ച കഴിയുമ്പോൾ നോക്കൂ നിങ്ങളുടെ ടെൻഷൻ എത്ര കുറഞ്ഞെന്ന്. ഭയത്തിനു പകരം സന്തോഷം കൊണ്ടുവരിക. പലപ്പോഴും നമ്മൾ ഓരോന്ന് ആഗ്രഹിക്കുന്നത് അതില്ലെങ്കിൽ നമ്മൾ ദുഃഖിതരാകും എന്ന തോന്നൽ കൊണ്ടാണ് എന്ന് കെൽവിൻ പറയുന്നു. ആ ആഗ്രഹം ഇല്ലായ്മയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന്, ദരിദ്രനാകുമോ എന്ന ഭയം കാരണം പണം ആഗ്രഹിക്കുന്ന ഒരാൾ പണവുമായി ഒരു നെഗറ്റീവ് ബന്ധമാണ് ഉണ്ടാക്കുന്നത്. അത് നെഗറ്റീവ് എനർജിയെ ആകർഷിക്കുന്നു. ആകർഷണ നിയമം പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഭയവും ഇല്ലായ്മയും നെഗറ്റീവ് വികാരങ്ങളാണ്. നേരെ മറിച്ച് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ സന്തോഷവും നന്ദിയും അനുഭവിക്കുമ്പോൾ നിങ്ങൾ സമൃദ്ധിയുടെ എനർജി വളർത്തുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇപ്പോൾ തന്നെ നിങ്ങളുടെ പക്കലുണ്ട് എന്ന് നിങ്ങൾ മുൻകൂട്ടി അനുഭവിക്കണം എന്ന് കെൽവിൻ പറയുന്നു. ഈ മാനസികാവസ്ഥയാണ് യഥാർത്ഥ കാന്തം. പ്രായോഗികമായി എന്തു ചെയ്യണം? എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിനു മുൻപ് നിങ്ങൾക്ക് ആത്മാർത്ഥമായി നന്ദിയുള്ള 5 കാര്യങ്ങൾ എഴുതിവെക്കുക. ഈ ശീലം നിങ്ങളുടെ മനസ്സിനെ ഇല്ലായ്മ എന്ന ചിന്തയിൽ നിന്ന് സമൃദ്ധി എന്ന ചിന്തയിലേക്ക് മാറ്റും. അടുത്ത 5 ദിവസത്തേക്ക് ഒരു പ്രതീക്ഷയുമില്ലാതെ ഓരോ ദിവസവും ഒരാൾക്ക് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുക. മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം സന്തോഷം കിട്ടുന്നുണ്ടെന്ന് ശ്രദ്ധിക്കുക. കെൽവിൻ ഡബ്ല്യു നാഥന്റെ ഈ അത്ഭുതകരമായ പുസ്തകത്തിന്റെ അടിത്തറ ആത്മീയത മാത്രമല്ല, മനഃശാസ്ത്രപരം കൂടിയാണ്. ഡിച്ച് ടു അട്രാക്ട് എന്ന ആശയത്തിന്റെ അടിസ്ഥാന തത്വം ഇതാണ്.
നമ്മൾ ഒരു കാര്യത്തെ അമിതമായി ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് സമ്മർദ്ദം നിറഞ്ഞ ഒരവസ്ഥയിലേക്ക് പോകുന്നു. ഇതിനെ ഹൈപ്പർ അറ്റാച്ച്മെന്റ് എന്ന് വിളിക്കുന്നു. ഈ അവസ്ഥയിൽ നമ്മുടെ തലച്ചോറ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡിലായിരിക്കുമെന്ന് മനഃശാസ്ത്രം പറയുന്നു. ഈ സമ്മർദ്ദം നമ്മുടെ തീരുമാനമെടുക്കാനുള്ള കഴിവ് കുറയ്ക്കുകയും നമ്മുടെ പെരുമാറ്റം അസ്വസ്ഥമാക്കുകയും ചെയ്യുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ പരാജയപ്പെടുമോ എന്ന് വല്ലാതെ പേടിച്ചാൽ ആ ഉത്കണ്ഠ തന്നെ നിങ്ങളുടെ ഉത്തരങ്ങളെ കുഴപ്പത്തിലാക്കും. ഈ സമ്മർദ്ദം ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ചാണ് കെൽവിൻ പറയുന്നത്. ഇത് നമ്മുടെ യുക്തിക്കും ശാന്തമായ തീരുമാനങ്ങൾക്കും കാരണമാകുന്ന പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിനെ നേരിട്ട് ബാധിക്കുന്നു. ഉപേക്ഷിക്കുക എന്നാൽ ഒന്നും ചെയ്യാതിരിക്കുക എന്നല്ല അർത്ഥം, മറിച്ച് ശാന്തമായും യുക്തിപൂർവമായും പ്രവർത്തിക്കുക എന്നാണ്. ഇതൊരു വലിയ മാനസിക മാറ്റമാണ്. നമ്മുടെ സന്തോഷത്തെ പുറമേയുള്ള ഫലങ്ങളുമായി ബന്ധിപ്പിക്കുന്നത് നമ്മൾ നിർത്തുന്നു. ഇത് നമ്മുടെ മാനസികാരോഗ്യത്തിന് വളരെ പ്രധാനമാണ്. യഥാർത്ഥ ജീവിതത്തിൽ ഈ തത്വം പ്രാവർത്തികമാക്കാനുള്ള ഏറ്റവും എളുപ്പവഴി ഇല്ലായ്മയുടെ ചിന്താഗതിയെ സമൃദ്ധിയുടെ ചിന്താഗതിയിലേക്ക് മാറ്റുക എന്നതാണ്. എന്റെ കയ്യിൽ ഇതില്ലല്ലോ എന്ന് നിങ്ങൾ തുടർച്ചയായി ചിന്തിക്കുമ്പോൾ നിങ്ങൾ അവിടെ ഇല്ലായ്മയെ സൃഷ്ടിക്കുന്നു. എല്ലാ രാവിലെയും വൈകുന്നേരവും 5 മിനിറ്റ് കണ്ണുകൾ അടച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ അവസ്ഥയെ സങ്കൽപ്പിക്കാൻ കെൽവിൻ നമ്മളോട് പറയുന്നു. നിങ്ങൾ ഇപ്പോൾ തന്നെ ആ അവസ്ഥയിലാണ് എന്ന് അനുഭവിക്കുക. ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിന് നിങ്ങളുടെ കയ്യിൽ എല്ലാമുണ്ടെന്ന ഉറപ്പ് നൽകുന്നു. അങ്ങനെ നിങ്ങളുടെ എനർജി മാറുന്നു. നിങ്ങളുടെ എനർജി ശാന്തവും ആത്മവിശ്വാസമുള്ളതുമാകുമ്പോൾ ആളുകളും അവസരങ്ങളും തനിയെ നിങ്ങളെ തേടിവരും. പുറമേയുള്ള ആകർഷണം എന്നത് ഉള്ളിലെ വിട്ടുകൊടുക്കൽ അല്ലെങ്കിൽ അനാസക്തി എന്നതിന്റെ നേരിട്ടുള്ള ഫലമാണ് എന്നതിലാണ് കെൽവിൻ ഡബ്ല്യു നാഥന്റെ മുഴുവൻ തത്വശാസ്ത്രവും നിലനിൽക്കുന്നത്. സുഹൃത്തുക്കളെ, കെൽവിൻ ഡബ്ല്യു നാഥന്റെ ഡിച്ച് ടു അട്രാക്ട് എന്ന പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ആഴമേറിയതുമായ 6 പാഠങ്ങൾ നമ്മൾ വിശദമായി മനസ്സിലാക്കി. ജീവിതത്തിൽ യഥാർത്ഥ വിജയവും സന്തോഷവും ലഭിക്കുന്നത് അത് കിട്ടാൻ വേണ്ടി ഭ്രാന്തമായി ശ്രമിക്കുന്നതിലല്ല, മറിച്ച് ശാന്തമായി വിട്ടുകൊടുക്കുന്ന കലയിലാണ് എന്ന് ഈ യാത്ര നമ്മളെ പഠിപ്പിക്കുന്നു. പുസ്തകത്തിന്റെ മുഴുവൻ സാരം ഇതാണ്: നിങ്ങൾ എത്രത്തോളം ഒരു കാര്യത്തെ മുറുകെ പിടിച്ചുവെക്കുന്നുവോ അത്രയും വേഗത്തിൽ അത് നിങ്ങളിൽ നിന്ന് അകന്നുപോകും. എപ്പോൾ നിങ്ങൾ വിശ്വാസത്തോടെ അത് വിട്ടുകളയുന്നുവോ അപ്പോൾ നിങ്ങൾ ഒരു കാന്തമായി മാറുകയും ആ കാര്യം എളുപ്പത്തിൽ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യും. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ്. ഒന്നാമതായി, നിങ്ങളുടെ ആഗ്രഹങ്ങളെ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക. രണ്ടാമതായി, നിങ്ങൾക്ക് സ്വയം മുൻഗണന നൽകുകയും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുക. മൂന്നാമതായി, ഫലത്തെക്കുറിച്ചുള്ള ആശങ്ക ഉപേക്ഷിച്ച് ചെയ്യുന്ന പ്രവൃത്തിയിൽ ആനന്ദം കണ്ടെത്തുക. നാലാമതായി, ഭയത്തിൽ നിന്ന് ആകർഷിക്കുന്നതിന് പകരം സന്തോഷത്തിൽ നിന്ന് ആകർഷിക്കാൻ തുടങ്ങുക. അഞ്ചാമതായി, ഓർക്കുക, ഉപേക്ഷിക്കുക എന്നാൽ തോൽവി സമ്മതിക്കലല്ല, മറിച്ച് വിശ്വാസത്തോടെ പ്രവർത്തിക്കലാണ്. ഈ പുസ്തകം നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും സഹായിക്കും. ഇത് നിങ്ങളുടെ ബന്ധങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും, നിങ്ങളെ അരക്ഷിതാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കും, നിങ്ങളുടെ കരിയറിൽ വലിയ വിജയം നൽകും. കാരണം നിങ്ങൾ ശാന്തനും ആത്മവിശ്വാസമുള്ളവനുമായിരിക്കുമ്പോൾ നിങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കും. ഡിച്ച് ടു അട്രാക്ട് വെറുമൊരു പുസ്തകമല്ല, ഇത് ജീവിക്കാനുള്ള ശാന്തവും ശക്തവുമായ ഒരു വഴിയാണ്. ഇപ്പോൾ സമയമായിരിക്കുന്നു ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുക. ഇത് കേട്ടാൽ മാത്രം പോരാ, പ്രവർത്തിക്കണം. പിടിച്ചുവെക്കുന്ന നിങ്ങളുടെ ശീലങ്ങളെ ഇന്നു മുതൽ തന്നെ തിരിച്ചറിയാൻ തുടങ്ങണമെന്ന് ഞാൻ ആത്മാർത്ഥമായി അഭ്യർത്ഥിക്കുന്നു. ഭയത്തിന്റെ സ്ഥാനത്ത് വിശ്വാസത്തെ കൊണ്ടുവരൂ. നിങ്ങളുടെ ജീവിതം എത്ര വേഗത്തിലാണ് മാറുന്നതെന്ന് നോക്കൂ. ഓർക്കുക, നിങ്ങൾക്ക് എല്ലാം ആകർഷിക്കാൻ കഴിയും. അതിനായി വിട്ടുകൊടുക്കാനുള്ള ധൈര്യം കാണിക്കണം എന്ന് മാത്രം. ഇതാണ് നിങ്ങളുടെ ശക്തമായ മാറ്റം. മുന്നോട്ടു പോകൂ, ശാന്തമായി ആകർഷിക്കൂ. നിങ്ങൾക്ക് ഈ സംഗ്രഹത്തിൽ നിന്ന് അല്പമെങ്കിലും പ്രചോദനം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ആഴമേറിയതും ജീവിതം മാറ്റിമറിക്കുന്നതുമായ പുസ്തകങ്ങളുടെ സംഗ്രഹങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. എപ്പോഴും സന്തോഷമായിരിക്കുക, എപ്പോഴും ആകർഷിച്ചുകൊണ്ടേയിരിക്കുക, എപ്പോഴും മുന്നോട്ടു പോവുക. വളരെയധികം നന്ദി.